ശംഭോ മഹാദേവ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊറ്റനല്ലൂർ മലനടയിലാണ് നിൽക്കുന്നത്. ഇതെൻ്റെ ജന്മദേശമാണ്. ഈ സ്ഥലം എൻ്റെ, അതുപോലെ തന്നെ പറയാൻ വാക്കുകളില്ല, അതുപോലെ സന്തോഷമാണ്. മലദേവൻ്റെ അടുക്കലാണ് നിൽക്കുന്നത്. കളിച്ച് വളർന്ന എൻ്റെ മലയച്ഛൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഭഗവാന്റെ ആ അമ്പലം ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വന്നത് കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. മലയച്ച എല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാവരെയും കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത്, നമ്മുടെ എന്തെങ്കിലും വഴിപാടുകൾ എന്ത് നമ്മൾ നേർന്നാലും അതിവിടെ കൊടുക്കണമെന്നുള്ളതൊരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻകുമാർ എന്നാണ്. ചക്കിട്ടയിൽ എല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിൽ കൂടെ തന്നെ വളർന്നു വന്നവരാണ്. ഇവിടുത്തെ അപാരമായ അനുഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ. വിളിച്ചാൽ വെളിപ്പുറത്താണ് മലയച്ചൻ. നമുക്ക് ഇവിടെ വഴിപാട് നാളികേരം, എന്തോ കള്ള് നിവേദ്യം ചെയ്യാം, നാൽക്കാലികളെ കൊടുക്കാം, എന്തും സമർപ്പിക്കാം. അതെ. പൂജ നടത്താം. മോഹൻ ഇച്ചിരി ക്ഷേത്രത്തെക്കുറിച്ച്. മലയച്ചന് എന്തോ വേണേലും നമുക്ക് ചെയ്യാം. ഭക്തിയോട് വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ്. പിന്നെ ത്രിമൂർത്തികളാണ് സങ്കല്പം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരനാണ്. പിന്നെ മലയ്ക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ പൂജ എന്ന് പറയുകയാണെങ്കിൽ നല്ല നടത്താമെങ്കിൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കും. പിന്നെ മുറുക്കാൻ വെപ്പാണ്. മല ഇവിടെ 10ാമതാണ് വിശേഷപ്പെട്ട ദിവസങ്ങൾ. ഇനി സപ്താഹം വരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം ദേവിനട തുറക്കുന്നതാണ്. കൂടാതെ തന്നെ മേൽശാന്തിയുണ്ട്, പിന്നെ ഊരാളി തുള്ളലുണ്ട്, പടയണിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. അതിൽ വന്ന് സഹകരിക്കുക. എല്ലാം മലയച്ചനെ വിളിച്ചാൽ വെളിപ്പുറത്താണ്. നാഗാരാധനയുണ്ട്. നാഗാരാധനയുണ്ട്. എല്ലാം ത്രിമൂർത്തികളുണ്ട്. യോഗേശ്വരനുണ്ട്, രക്ഷസുണ്ട്. അതെ, ഒരുപാട് സന്തോഷം കേട്ടോ. സന്തോഷം. നമ്മളിപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് നല്ലൊരു വിവരണം കേട്ടു. ഇവിടുത്തെ പൂജകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്തുകൊണ്ടും ഈ പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനല്ലൂർ മലനട എന്ന് ചോദിച്ചാൽ നമുക്ക് ആരും പറഞ്ഞു തരുന്നൊരു ക്ഷേത്രമാണ്. എല്ലാം ഭഗവത്